Hello, now we have EVS. We are studying the chapter National Identity. On that last class, we studied about the national flag, national anthem, etc. Today we are going to study about the different celebrations, that is the national days. First is the Independence Day. You know, Independence Day is on August 15th. And in the past, India was not a country that it is today. പണ്ടൊന്നും ഇന്ത്യ ഒറ്റയൊരു രാജ്യമല്ലായിരുന്നു. രാജാക്കന്മാരുടെ കീഴിലുള്ള ചെറിയ ചെറിയ ഭരണപ്രദേശങ്ങളായിട്ടാണ് ഇന്ത്യ ഉണ്ടായിരുന്നത്. പിന്നീട് നമ്മളുടെ നാട്ടിലുള്ള വാല്യുബിൾ റിസോഴ്സ് കണ്ടിട്ട് ഫോറിനേഴ്സ് വന്നു. പിന്നീട് അവർ നമ്മളുടെ ഇന്ത്യ പിടിച്ചടക്കി. എന്നിട്ട് പിന്നെ നമ്മൾ അവരുടെ കീഴിലായി ഒരു അടിമത്ത വ്യവസ്ഥയിലേക്കാണ് അവർ നമ്മളെ കൊണ്ടുപോയിട്ടുള്ളത്. Our land had very valuable resources and foreigners constantly attacked us. The different kingdoms found it very hard to defend themselves against foreign invaders. നമുക്കിങ്ങനെ ഡിഫറെൻറ്റ് കിങ്ഡംസ് ആയതുകൊണ്ട് അവർക്ക് ഇവരെ എതിർത്ത് നിൽക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവർക്ക് അടിമപ്പെട്ടു. And in the early days the invaders came from the northwest by land. And later Europeans came by ship. അവസാനം വന്നിട്ടുള്ള യൂറോപ്യൻസ് ആണ്. All the invaders wanted to rule and control our land for its rich resources. നമ്മുടെ നാട്ടിലുള്ള റിസോഴ്സിനെ അവർ ചൂഷണം ചെയ്യുകയായിരുന്നു. അതിനു വേണ്ടിയിട്ടായിരുന്നു അവരിവിടെ വന്നു കൂടിയിട്ടുള്ളത്. അങ്ങനെ അവരിവിടെ വന്നുകൂടി നമ്മുടെ രാജാക്കന്മാരെയൊക്കെ പണം കൊടുത്ത് അവരുടെ വശത്താക്കി അവരുടെ അടിമകളാക്കി തീർക്കുകയായിരുന്നു. Many battles were fought against the foreigners before our land became free. നമ്മൾ ഫോറിനേഴ്സുമായിട്ട് ഈ രാജാക്കന്മാരുടെ ഭരണകാലത്ത് തന്നെ ചില രാജാക്കന്മാരെ അവർക്ക് അടിയറ വെച്ചു. മറ്റുള്ളവർ ഇവരുമായിട്ട് പൊരുതി നിന്നു. പക്ഷെ ഒരു പരിധി വരെ അവർക്ക് പൊരുതി നിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ബ്രിട്ടീഷ് were the last foreigners to leave India. അവസാനം നമ്മളുടെ നാട്ടിൽ നിന്ന് നമ്മളിവിടെ തുരത്തി ഓടിച്ചത് ബ്രിട്ടീഷുകാരെയാണ്. When the British left India on 15th August 1947, our land finally became free. 1947 August 15th അവസാനമായി ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ട് പോയിട്ടുള്ളത്. അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു എന്നീ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നത്. So every year we celebrate this day as our Independence Day. On Independence Day, the Prime Minister hoists the national flag at the Red Fort in Delhi. Independence Dayക്ക് നമ്മുടെ പ്രൈം മിനിസ്റ്ററാണ് റെഡ് ഫോർട്ടിൽ പതാക ഉയർത്തും, ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യുന്നത്. And all over India people hoist the national flag and celebrate the country's independence from foreigners. അന്നത്തെ ദിവസം സ്കൂളുകളിലോ ഓഫീസുകളിലോ അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്തിട്ട് ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. And we remember all the people who fought for the freedom for our country. അന്നത്തെ ദിവസം നമ്മൾ രക്തസാക്ഷികളായിട്ടുള്ള നമ്മുടെ ഫ്രീഡം നേടിത്തരുന്നതിന് വേണ്ടി രക്തസാക്ഷികളായിട്ടുള്ളവരെല്ലാം ഓർമ്മിക്കാറുണ്ട്. നെക്സ്റ്റ് ഈസ് ദ റിപ്പബ്ലിക് ഡേ. നമുക്ക് 1947 ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആയത്. പക്ഷേ പിന്നീട് എന്താണ്, ചെറിയ ചെറിയ രാജഭരണങ്ങൾ ഇവിടെ നിലനിന്നിരുന്നു. And when India became independent in 1947, it was still a group of kingdoms ruled by kings and princes. രാജാക്കന്മാരും അതുപോലെ തന്നെ ചെറിയ ചെറിയ രാജഭരണ പ്രദേശങ്ങളായിട്ടായിരുന്നു അന്നും ഇന്ത്യ നിലനിന്നിരുന്നത്. അതിനുശേഷം നമ്മുടെ ലീഡേഴ്സ്, ഇൻഡിപെൻഡൻസ് നമുക്ക് നേടിത്തന്നിട്ടുള്ള ലീഡേഴ്സ് തീരുമാനിച്ചു, ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ പറ്റില്ല, നമുക്ക് ഇതെല്ലാം കൂടി ഒരു കൺട്രി ആയിട്ട് മാറണം. അങ്ങനെ അതാണ് നമ്മളുടെ ശക്തി. The leaders who fought for our independence from foreigners decided to end the system of kingdoms. All the kingdoms were united to form a single country. അങ്ങനെ എല്ലാ കിങ്ഡംസും കൂടി ഒത്തൊരുമിച്ചിട്ട് നമ്മളെ ഒറ്റ രാജ്യമാക്കി മാറ്റി. A common constitution was made for the country. The president was the head of the country. എല്ലാം കൂടി നമ്മളൊരു രാജ്യമാക്കി എന്നിട്ട് പ്രസിഡന്റിനെ അതിൻ്റെ തലവനാക്കി മാറ്റി. And our country formally became a republic on 26 January 1950. This is why we celebrate 26 January as our Republic Day. അന്നാണ് നമ്മളുടെ രാജ്യം റിപ്പബ്ലിക്കായി മാറിയത്. അതുകൊണ്ടാണ് നമ്മൾ 1950 ജാനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് ആയത്. അന്നേ ദിവസം നമ്മൾ ജാനുവരി 26 എല്ലാ വർഷവും നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു. On this day there is a big parade at the Rajpath in New Delhi.
ന്യൂഡൽഹിയിലെ രാജ്പഥിൽ പരേഡ് ഉണ്ടായിരിക്കും. Representatives from the armed forces and people from all parts of the country take part in the parade. പരേഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ടി വിയിൽ കണ്ടിട്ടുണ്ടാവും. President of India hoists the national flag and takes the salute at the Republic Day parade. അന്നേ ദിവസം സല്യൂട്ട് സ്വീകരിക്കുന്നത്, അതുപോലെ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. ജനുവരി 26-ന്. ഓഗസ്റ്റ് 15-ന് പ്രൈം മിനിസ്റ്ററാണ് റെഡ് ഫോർട്ടിലെ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യുന്നത്. ഓൾ ഓവർ ദ കൺട്രി ദ നാഷണൽ ഫ്ലാഗ് ഈസ് ഹോയിസ്റ്റഡ് ആൻഡ് പരേഡ്സ് ആർ ഹെൽഡ്. അന്നേ ദിവസം ഇന്ത്യ മൊത്തം പരേഡ്സ് അതുപോലെ തന്നെ ഫ്ലാഗ് ഹോയിസ്റ്റിംഗ് ഒക്കെ നടത്താറുണ്ട്. നമ്മൾ നടത്തിയിരുന്നു. നമ്മൾ റിപ്പബ്ലിക് ഡേക്ക് നിങ്ങൾ പ്രോഗ്രാംസ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് സെൻഡ് ചെയ്തിട്ടില്ലായിരുന്നു, നമ്മൾ യൂട്യൂബിലൊക്കെ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ പ്രോഗ്രാംസ്. നെക്സ്റ്റ് ഈസ് ദി ഗാന്ധി ജയന്തി. ഗാന്ധി ജയന്തി മീൻസ് ദി ബർത്ത്ഡേ ഓഫ് ഗാന്ധിജി. ഗാന്ധിജിയുടെ ബർത്ത്ഡേ, ജനന ദിവസമാണ് നമ്മൾ ഗാന്ധി ജയന്തിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഹി ഈസ് ദി ഫാദർ ഓഫ് അവർ നേഷൻ. ഗാന്ധിജിയെ നമ്മൾ വിളിക്കുന്നത് ഫാദർ ഓഫ് അവർ നേഷൻ എന്നാണ്. And we call it Gandhi Jayanti on 2nd October. The President, Prime Minister and many others pay respect to Gandhiji at his Samadhi in Delhi. അന്നേ ദിവസം പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, അതുപോലെ തന്നെ മിനിസ്റ്റേഴ്സ്, പിന്നെ അതുപോലെ തന്നെ അത് ഇമ്പോർട്ടൻറ്റ് പീപ്പിൾസ് ഒക്കെ അദ്ദേഹത്തിൻ്റെ സമാധി സ്ഥലത്ത് പോയിട്ട് വണങ്ങാറുണ്ട്. ഓൾ ഓവർ ഇന്ത്യ പീപ്പിൾ റിമെമ്പർ ദിസ് ഗ്രേറ്റ് മാൻ ഓൺ ഹിസ് ബർത്ത്ഡേ. നമ്മൾ നമ്മുടെ സ്കൂളിൽ പരിപാടികളൊക്കെ നടത്താറുണ്ട്. നിങ്ങൾ ക്വിസ് കോമ്പറ്റീഷൻ, അതുപോലെ തന്നെ ഗാന്ധിജിയെ കുറിച്ചുള്ള കവിതകൾ, അതിനൊക്കെയുള്ള അവസരങ്ങൾ നമുക്ക് സ്കൂൾ അസംബ്ലിയിൽ നമ്മൾ ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ഈസ് ദി ചിൽഡ്രൻസ് ഡേ. നമ്മുടെ സ്കൂളിൽ നമ്മൾ ഏറ്റവും നന്നായി അവതരിപ്പിക്കുന്ന ഒരു കാര്യമാണ് ചിൽഡ്രൻസ് ഡേ. അന്നേ ദിവസം നമുക്കിവിടെ നവംബർ 14-നാണ് നമ്മൾ ചിൽഡ്രൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അന്നേ ദിവസം ജാഥകൾ ഒക്കെ നമ്മൾ ഉണ്ടാവാറുണ്ട്. നെഹ്റു വാസ് വെരി ഫോണ്ട് ഓഫ് ചിൽഡ്രൻ. നമുക്കറിയാം നെഹ്റു എന്താണ്, കുട്ടികളെ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന ഒരു പ്രൈം മിനിസ്റ്ററാണ് നെഹ്റു. അതുകൊണ്ട് തന്നെ നമ്മൾ വിളിക്കുക കുട്ടികൾ അദ്ദേഹത്തെ സ്നേഹത്തോടെ വിളിച്ചിരുന്നത് ചാച്ചാ നെഹ്റു എന്നാണ്. നവംബർ 14-നാണ് അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ. അന്നേ ദിവസമാണ് നമ്മൾ ചിൽഡ്രൻസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ കോമ്പറ്റീഷൻസ്, ഗെയിംസ്, സെലിബ്രേഷൻസ് ഒക്കെ നമ്മൾ സ്കൂളുകളിൽ നടത്താറുണ്ട്. നെക്സ്റ്റ് ഈസ് ദി ടീച്ചേഴ്സ് ഡേ. ടീച്ചേഴ്സ് ഡേ ഇറ്റ് ഈസ് ഓൺ ദി സെപ്റ്റംബർ 5th. സെപ്റ്റംബർ 5th-നാണ് നമ്മൾ ടീച്ചേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യാറുള്ളത്. ഇറ്റ് ഈസ് ദി ബർത്ത്ഡേ ഓഫ് അവർ ഫോമർ പ്രസിഡന്റ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ജന്മദിവസമാണ് നമ്മൾ ടീച്ചേഴ്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അദ്ദേഹമാണ് നമ്മളുടെ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം ഒരു ഗ്രേറ്റ് സ്കോളർ ആയിരുന്നു ആൻഡ് റോൾ മോഡൽ ഇൻ ദ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ ഫീൽഡിലൊരു റോൾ മോഡൽ കൂടെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ജന്മദിവസം ടീച്ചേഴ്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓൺ ടീച്ചേഴ്സ് ഡേ ടീച്ചേഴ്സ് ഓൾ ഓവർ ദ കൺട്രി ആർ ഹോണർഡ് ഫോർ ദർ വാല്യുബിൾ സർവീസസ് ഇൻ ദ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ. അതിന് പുറമെ ടീച്ചേഴ്സ് ഡേക്ക് നമ്മുടെ ടീച്ചിങ് ഫീൽഡിൽ കൂടുതൽ സംഭാവനകൾ നൽകിയിട്ടുള്ള ടീച്ചേഴ്സിനെ നമ്മൾ ആദരിക്കാറുണ്ട്. നമ്മുടെ സ്കൂളുകളിലൊക്കെ വിളിച്ചിട്ട് നമ്മൾ ആദരിക്കാറുണ്ട്. All these national celebrations unite us together as Indians. They make us proud to be Indians. So read the textbook well. See you on the next class.